മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദീപയ്ക്കെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ കുറ്റപത്രത്തിൻ്റെ മുകളിൽ ഇന്ന് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ആണ് നടക്കേണ്ടത്. സ്വാഭാവികമായും പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇരയാരാണ് വേട്ടക്കാരാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട്. യഥാർത്ഥത്തിൽ PP ദിവ്യ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മറ്റ് രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പമുണ്ട്. ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഉന്നയിച്ചത് PP ദിവ്യ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ്. PP ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ADM കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് PP ദിവ്യയുടെ അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. ഇത് പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അഴിമതിക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പത്രധർമ്മത്തിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള ഒരു കുരിശുയുദ്ധമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്, പത്രക്കാരുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ ചാനലുകാരുടെ ശ്രമങ്ങളെല്ലാം. അതുപോലെ ഒരു പൊതുപ്രവർത്തക അവർക്കുണ്ടായ അനുഭവം ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുകയും അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ജയിലടക്കപ്പെട്ട ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറ്റപത്രം വിശദമായി പരിശോധിക്കുന്ന ആർക്കും തന്നെ വ്യക്തമാകുന്നത് ഇത് കേവലം വ്യക്തി താല്പര്യവും അതുപോലെ രാഷ്ട്രീയ താല്പര്യവും സമഞ്ചേർത്തുണ്ടാക്കിയ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. വ്യക്തി താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും കുഴച്ചുണ്ടാക്കിയ ഈ ആരോപണ ചെലി ദിവ്യക്കെതിരെ വലിച്ചെറിയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ നേരത്തെ ഉന്നയിച്ച ആളുകൾക്കെല്ലാം മറിച്ച് ചിന്തിക്കാനുള്ള ഒട്ടനവധി സാഹചര്യം ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത്. അല്ല, ഇതിനകത്ത് തെറ്റുപറ്റി അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തിയെന്ന് ഈ കളക്ടറുടെ മൊഴിയിൽ പറയാൻ കഴിയില്ല. അവരൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരുപക്ഷെ ഇവിടെ ജോലി ചെയ്തതിൻ്റെ അങ്ങനെ തെറ്റ് പറ്റിയതാവും. അല്ല, ആ രീതിയിലും അതിനെ പറയാവുന്നതാണ്. അത് ഒരു കുറ്റസമ്മതമായി അതിനെ വ്യാഖ്യാനിക്കാൻ എങ്ങനെയാണ് കഴിയുക? ആ മൊഴികൾ നിങ്ങൾ കൃത്യമായി വായിച്ചാൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് അധികരിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചല്ലാതെ മറ്റേത് വിഷയത്തിനെ കുറിച്ചാണ് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെയുണ്ട് പോലീസ് അത് കണ്ടെത്തണ്ടേ. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുറ്റപത്രം എന്നത് ഒട്ടനവധി പരിശോധന നടത്തിയതാണ്. ഹൈക്കോടതി 2 തവണ പരിശോധന നടത്തി, ഉന്നത ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി, അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ്. ആ കുറ്റപത്രത്തിൽ ഇനിയൊരു കാര്യം ചേർക്കാനില്ല. ഒരാൾ ഒരാക്ഷേപം ഉന്നയിക്കപ്പെട്ട ആൾ തൻ്റെ മേലധികാരികളോട് ഈ കുറ്റം ഏറ്റുപറയുന്ന ഒരു ചിത്രം അത് സുവ്യക്തമാണ്. അതൊരു തരത്തിലും മറ്റൊരു വ്യാഖ്യാനത്തിന് ഇട നൽകുന്നേയില്ല. പ്രശാന്ത് TV എന്ന് പറയുന്ന ഒരാളുടെ ഒരു മൊഴി കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ഇദ്ദേഹം ADM-നെ കണ്ടു എന്നും ADM ഇദ്ദേഹത്തെ ഒരു ഇടനിലക്കാരനാകാൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ശ്രമിച്ചതാവാം എന്നൊരു സംശയം കൂടി പറയുന്നതാണ് ആ മൊഴിയിലുള്ളത്. അത് മറ്റൊരു പ്രശാന്താണ്. അല്ല, അത് മാധ്യമങ്ങൾ അറിഞ്ഞോ ഇല്ലോ എന്നുള്ളതല്ല. അങ്ങനെ ഒരു പ്രശാന്ത് ലൂടെ PP ദിവ്യയെ കാണാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതായി മൊഴിയുണ്ട്. അത് വസ്തുതയാണ്. അതായത് അദ്ദേഹത്തിന് അങ്ങനെ അല്ല സാക്ഷിയില്ല. അതായത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘം എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ വേറൊരു പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളോട് PP ദിവ്യ ബന്ധപ്പെടാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതായി
കാണുന്നുണ്ട്. ഏതായാലും പി ദിവ്യയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ TV പ്രശാന്തും ADM നവീൻ ബാബുവും തമ്മിൽ ഏതെങ്കിലും തമ്മിൽ സംസാരിച്ചതിന്റെയോ അങ്ങനെയൊക്കെ രേഖകളൊക്കെ ഉണ്ടോ? ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകളുണ്ടോ? കോൾ ഡാറ്റ റെക്കോർഡ്സ് നോക്കിയാൽ ഒരു ADM ഒരു സാധാരണക്കാരൻ ഒരാളെ എന്തിനാ അങ്ങോട്ട് വിളിക്കണം? എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നത്? അതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഉണ്ടല്ലോ, കോൾ ഡാറ്റ റെക്കോർഡ്സ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പരിമിതിയുണ്ട്. ഒരു കുടുംബനാഥം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ മുമ്പാകെ ഇത്തരം വിഷയങ്ങൾ എത്തുമ്പോൾ അവരോട് നമുക്ക് സഹതാവും സങ്കടവും എല്ലാം അവരുടെ സങ്കടത്തിന് പങ്കുചേരുന്നുമുണ്ട്. പക്ഷേ ഒരു നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തു പോകേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. SIT അന്വേഷണം അംഗീകരിക്കുന്നില്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും വാദിബാബു ഇതിനകം തന്നെ പറഞ്ഞാണ് അവർ നിലപാട് വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ ഈ TV പ്രശാന്തൻ നൽകിയെന്ന് പറയുന്ന 2 പരാതികൾ, അതിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വ്യാജമാണെന്ന് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത്തരത്തിലൊരു പരാതി ലഭിച്ചത് സ്ഥിരീകരിച്ചു. വിജിലൻസിന് നൽകിയ പരാതി അങ്ങനെ ഒരു അന്വേഷണമേ നടന്നില്ലെന്ന്, അതായത് വിജിലൻസിന് TV പ്രശാന്തൻ നൽകിയെന്ന പരാതി അത്തരത്തിലൊരു പരാതി ഇവിടെ കണ്ണൂർ റൂട്ടിൽ ലഭിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ വ്യാജ പരാതികൾ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം അതിൽ അന്വേഷണം നടത്തുകയോ കുറ്റപത്രത്തിൽ അതൊരു പരാമർശവുമില്ല. അപ്പോൾ ഈ അന്വേഷണത്തിന് തന്നെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സംശയ നിലയിൽ ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. ഇതിലുള്ളൊരു കാര്യം, പ്രശാന്ത് ഇത്തരമൊരു വിഷയം വിജിലൻസിൻ്റെ മുമ്പാകെ എത്തിക്കുകയും വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷ്വൽസ്, അദ്ദേഹം വിജിലൻസ് ഓഫീസിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ വിഷ്വൽസ് പിന്നെ എങ്ങനെ വന്നു? എങ്ങനെയാണ് ഒരു പരാതിയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് വിജിലൻസിൻ്റെ ഓഫീസിലേക്ക് പ്രശാന്ത് പോയി വരുന്ന വീഡിയോ ഉണ്ടായിട്ടുള്ളത്? ഈ അന്വേഷണത്തിൽ ഞങ്ങൾ കോടതിയിൽ ഇത്തരം വിഷ്വൽസ് അടക്കം പ്രിസർവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അന്വേഷണ സംഘം അംഗീകരിക്കുകയും അതുപോലെ പരാതിക്കാരും അതുപോലെ വിഷ്വൽസ് കണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, പ്രതികളായിക്കോട്ടെ പരാതിക്കാരാകട്ടെ മറ്റാളുകളാകട്ടെ, അവരുന്നയിച്ച എല്ലാ വിഷയങ്ങളും സമഗ്രമായി പരിശോധിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കുറ്റപത്രത്തിന് മുകളിൽ നമുക്ക് ആക്ഷേപമുണ്ട്. തീർച്ചയായും അത് ബന്ധപ്പെട്ട തലത്തിൽ ഞങ്ങൾ പരിശോധിക്കുകയും നിയമപരമായ നടപടിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യും. കുറ്റപത്രം യഥാർത്ഥം ഞങ്ങൾ നിരപരാധികളാണ്. ഇത് കുറ്റപത്രം കൊടുക്കേണ്ടതില്ല. യാതൊരു തരത്തിലുള്ള നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് നമ്മൾ നിയമപരമായ പോരാട്ടം ആരംഭിക്കും. തീർച്ചയായും ആരംഭിക്കും. താങ്കൾ പറഞ്ഞത് ഈ കുറ്റപത്രത്തില് പിന്നെ CPDB പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞു എന്നാണെങ്കിൽ, അങ്ങനെയാണ് താങ്കൾ പറയുന്നതെങ്കിൽ പണം വാങ്ങിയിട്ടുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയെങ്കിൽ ആ പണം എവിടെ? ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആൾ ഞങ്ങളല്ല. യഥാർത്ഥത്തിൽ ഈ പണത്തെ അന്വേഷിച്ച് പോകാനോ ഉള്ള ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ കോടതിയിലെ പോയിൻറ്റ്സുകൾ റേസ് ചെയ്യുന്നതൊന്നും പക്വമല്ല. പക്ഷേ എങ്കിലും വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ ഈ ഒരു ഇരുട്ടിൽ നിർത്തുന്ന ഒരു രീതി ഒന്ന് മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പറയുന്ന റവന്യൂ മന്ത്രി K രാജനോട് തലേ ദിവസം തന്നെ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് കലക്ടറുടെ മൊഴിയിലുള്ളത്. സ്വാഭാവികമായും മന്ത്രി പിറ്റേ ദിവസം നടത്തിയ, അതായത് ആത്മഹത്യക്ക് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, ഇതിന്റെ വിശദാംശങ്ങൾ കേട്ടിട്ടില്ല, നിയമസഭയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്താണ് മന്ത്രിക്ക് ഇതിനകത്ത് ഒളിച്ചു വെക്കാനുള്ളത് എന്നുള്ളതാണ് സംശയം. അല്ല, നിങ്ങളത് വായിച്ചെങ്കിൽ മന്ത്രിയോട് കലക്ടർ പറഞ്ഞ വിവരത്തിന് ശേഷം മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾ വായിച്ചോ? മന്ത്രി എന്താണ് ഇതിന് മുകളിൽ തുടർ നടപടി എടുക്കേണ്ടത് എന്ന് വായിച്ചോ? അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അന്വേഷിക്കണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായി മന്ത്രിയുടെ മുമ്പാകെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? അതൊരു വസ്തുതയായി ജില്ലാ കളക്ടർക്ക് തോന്നുകയും ജില്ലാ കളക്ടർ അത് ബന്ധപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ല, ഇതിലെന്താ കാര്യം എന്നറിയോ? ഈ SITക്ക് ഉപദേശം കൊടുക്കേണ്ട ആളല്ല ഞാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മുമ്പാകെ വന്നിരിക്കുന്ന കുറ്റപത്രം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രം, അതിനെ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങളുടെ നിരപരാധിത്വത്തിലേക്ക് നീളുന്നതാണ് എന്നുള്ളത് അസന്നിഗ്ധമായി പറയാൻ കഴിയും. തീർച്ചയായിട്ടും അതിൻ്റെ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ പത്രങ്ങളുടെ മുമ്പാകെ ഈ കോടതിയിലെ വാദങ്ങൾ നടത്തുന്ന ഔചിത്യക്കേടുണ്ട്. പക്ഷേ എങ്കിലും ഒട്ടനവധി തെളിവുകൾ, നിങ്ങൾ കുറ്റപത്രം കിട്ടിയ പത്രക്കാരാണ്, നിങ്ങൾ സ്വാഭാവികം വായിക്കുമ്പോൾ ഒട്ടനവധി തെളിവുകൾ അതിൽ തന്നെ ലഭ്യമാണ്. എൻ്റെ ഞാൻ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പോയിന്റ് ഇത്രയാണ്: PP ദിവ്യ സ്വയമായി ആലോചിച്ചൊരു ആരോപണം ഉന്നയിച്ചതല്ല. അത് ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തെ വിജിലൻസ് അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിലേക്ക് കോളുകൾ തിരിച്ചും നവീൻ ബാബുവിൻ്റെ കോള് പോയിട്ടുണ്ട്, തിരിച്ചും കോൾ വന്നിട്ടുണ്ട്. ഈ പ്രശാന്ത് എമൗണ്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. കൊടുക്കുന്ന ആ കർമ്മത്തിന് തെളിവില്ല, കറക്റ്റാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ നിയമത്തെ വ്യാഖ്യാനിച്ച് പോകേണ്ടത്. സാഹചര്യങ്ങളാണല്ലോ, സാഹചര്യ തെളിവുകൾ, നേരിട്ടുള്ള തെളിവില്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ അടക്കം നമുക്ക് കൃത്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമല്ലോ. സാധാരണ ഇതിൽ ഇപ്പോൾ മന്ത്രിയോട് സംസാരിച്ചിരുന്നു എന്നൊക്കെ ഒരു കളക്ടർ പറയും, അത് നിർണായകപ്പെട്ട മൊഴിയായി വരുമ്പോൾ സ്വാഭാവികം ഏത് കേസിലായാലും അങ്ങനെയുള്ള ആളുടെ സാക്ഷിമൊഴിയെങ്കിലും അല്ല, അതിൽ ഞാൻ അഭിപ്രായം പറയേണ്ട ആളല്ല. സാധാരണ അങ്ങനെ വേണ്ടതല്ലേ? അല്ല, അത് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയും. യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് കൂടുതൽ പ്രബലമാക്കുകയല്ലോ ഞങ്ങൾ ചെയ്യുക. കുറ്റപത്രത്തിൽ ആക്ഷേപം ഉണ്ട് എന്ന് പറഞ്ഞു. കുറ്റപത്രത്തിൽ ആക്ഷേപം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന തെളിവുകൾ ഒട്ടും തന്നെ പര്യാപ്തമല്ല. ഒന്നും മാത്രമല്ല, ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന, വലിയ ശബ്ദത്തിൽ പറയുന്ന തെളിവുകൾ സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ഇവിടുന്നുള്ള നടപടിക്ക് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കും. FIR അത് കുറ്റപത്രത്തെ റദ്ദ് ചെയ്യാം. FIR അല്ലല്ലോ, FIR-ന്റെ സ്റ്റേജ് കഴിഞ്ഞു, അടുത്ത കുറ്റപത്രമാണല്ലോ. കുറ്റപത്രത്തിന് മുകളിൽ മാത്രമല്ലേ നമുക്ക്. അതെ, തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചു വെച്ച മന്ത്രിയെ അല്ല, അതിന് ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ മുമ്പിലുള്ളത് കുറ്റപത്രം. കേൾക്ക് ഒരു മിനിറ്റ്. കുറ്റപത്രത്തെ സംബന്ധിച്ച് ഒരു അഭിഭാഷകന് പറയാൻ കഴിയുന്ന ഒരു പരിമിതികൾക്ക് നിന്നുകൊണ്ട് മാത്രമേ, ഞാനൊരു പൊതുപ്രവർത്തകനല്ല, അഭിഭാഷകനാണ്. അഭിഭാഷകന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനേ കഴിയൂ. മറ്റേതെങ്കിലും തരത്തിലുള്ള ചോദ്യത്തിൽ ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്. ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ആ റിപ്പോർട്ടിൽ കളക്ടറുടെ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും വന്നിട്ടില്ല. അതെന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ലാൻഡ് റവന്യൂ കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഹാഫ് ബോയിൽഡ് ആണ്, പകുതി വന്ന റിപ്പോർട്ട് മാത്രമാണ്. കാരണം അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വേർഷൻ കേട്ടിട്ടുണ്ടോ? പ്രശാന്തിൻ്റെ വേർഷൻ കേട്ടിട്ടുണ്ടോ? പി ദിവ്യയുടെ വേർഷൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഏകപക്ഷീയമായി ഉണ്ടാക്കിയൊരു റിപ്പോർട്ട് തീർച്ചയായിട്ടും നിയമപരമായി നിലനിൽക്കില്ല. അല്ല, ഇതിനകത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പി ദിവ്യക്കെതിരെ ഇങ്ങനെ വിഷയം വരുന്നതിന് മുന്നേ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന്. ആരുടെ രാഷ്ട്രീയ താല്പര്യം? ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ താല്പര്യം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതായത് LDF സർക്കാർ ഭരിക്കുമ്പോൾ CPM ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. ഇത്തരം വിഷയങ്ങളൊന്നും ചോദിച്ചാൽ നിങ്ങൾ കടുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊന്നും ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയില്ല. രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ, നിങ്ങൾ കണ്ടല്ലോ തെരുവിൽ കണ്ടത് എന്താണ്? ഒരു സ്ത്രീക്ക് സാമാന്യമായി കിട്ടേണ്ട നീതി പോലും കിട്ടാത്ത രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചില്ലേ? എന്തെല്ലാം ഇവിടെ സമര പോരാട്ടങ്ങൾ നടന്നു? എന്തെങ്കിലും കാര്യത്തിനാണോ സമര പോരാട്ടം നടന്നത്? ഈ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ച ആളുകളെല്ലാം എനിക്ക് തോന്നുന്നത് അഭിഭാഷകരാണ്, LLB പാസ്സായ ആളുകളാണ്, അപ്പോൾ നിയമങ്ങൾ വായിച്ചു നോക്കിയ ആളുകളാണ്. അവരതെല്ലാം മറച്ചു വെച്ചിട്ട് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഈ ഇഷ്യൂ തെരുവിൽ വലിച്ചില്ലേ? പോലീസ് കേസെടുക്കുന്ന എല്ലാം പറഞ്ഞത് രാഷ്ട്രീയമായ ആക്ഷേപം ഉന്നയിച്ചു, രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുന്നതാണ്. സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോയോ എല്ലാവരും? അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഉത്തരം പറയാൻ ആളല്ല. ഈ ഒറ്റ കാര്യം, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് തെറ്റു പറ്റിയെന്ന് ADM കളക്ടറോട് പറഞ്ഞു എന്നാണ്. ആ തെളിവിൽ മാത്രമല്ല ഞങ്ങൾ നിൽക്കുന്നത്. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരാൾ ഒരു ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം മഞ്ജുഷയുടെ നമ്മൾ മൊഴി വായിച്ചു നോക്കൂ. മഞ്ജുഷ എത്ര നേരം ഇവർ സംസാരിക്കുന്നുണ്ട്, മഞ്ജുഷ ആശ്വസിപ്പിക്കുന്നുണ്ട്, മഞ്ജുഷ അക്കാര്യമായിട്ട് വളരെ വിശദമായ മഞ്ജുഷയുടെ മൊഴി നിങ്ങൾ നോക്കൂ, പരിശോധിച്ച് നോക്കൂ. അപ്പോൾ ഇതിന് ശേഷം ഉടൻ തന്നെ പോയി നേരെ ഒരു വാക്ക് കേട്ട് ഉടൻ തന്നെ പോയി ആത്മഹത്യ ചെയ്തല്ല. പിന്നീട് ഒട്ടനവധി ഡയലോഗ്സ് പല ആളുകളുമായി നടത്തിയതിന് ശേഷമാണ് ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. എന്താണ് ആ ഡയലോഗ്സിൽ നടന്നിരിക്കുന്നത്? വി ഡോണ്ട് നോ. അതല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ആരോപണ മുനയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുള്ളൂ. അതിന് പുറത്തുള്ള പെരിഫറലായ ഇഷ്യൂസിനൊന്നും ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടതില്ല. മാത്രമല്ല മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ പത്രക്കാർക്ക് ഉയർത്താം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത്തരം വിഷയങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങി വന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഡയറക്റ്റ് അന്വേഷണം നടന്നിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് നിലവിലുള്ള കുറ്റപത്രത്തിൽ കാണുന്നത് കൃത്യമായി പണം കൊടുത്തു എന്നുള്ള ആ ഒരു തെളിവ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു മിനിറ്റ് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയണ്ടേ? അപ്പോൾ അതിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ കൊടുത്തു എന്നുള്ള സംബന്ധിച്ച് ഡയറക്റ്റ് തെളിവില്ല, മറ്റുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളതിനെ സംബന്ധിച്ച് നോക്കൂ, നവീൻ ബാബു പണം കൊടുത്തതിനെ സംബന്ധിച്ചൊന്നുമല്ല ഞങ്ങളുടെ ആക്ഷേപം എന്താണ്? ഞങ്ങൾക്കെതിരെയുള്ള ആരോപണത്തെ സംബന്ധിച്ച് മാത്രമാണ്.
പ്രതിഭാഗത്തോടെ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് താങ്കൾ തന്നെ പറഞ്ഞു കുറ്റപത്രത്തിൽ ഞങ്ങൾ ഈ പോലീസ് എടുത്ത നടപടിയെ തെറ്റാന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെ തൃപ്തി എന്ന് പറയുന്നത്? ഇന്ന് നടപടി കേസ് സാധാരണ സെഷൻസ് ട്രൈബൽ കേസുകളിലെ കേസുകൾ വിചാരണയ്ക്ക് വേണ്ടി സെഷൻസിലേക്ക് കമ്മിറ്റ് ചെയ്യും. ആ കമ്മിറ്റ് ചെയ്യുന്ന നടപടിക്രമമാണ് ഇന്ന് ചെയ്തത്. ശേഷം ഹൈക്കോടതിയിൽ പോകാൻ അതിനുശേഷം പോലീസ് ഈ കേസ് ശരിയായി അന്വേഷണം തോന്നുന്നുണ്ടോ? പോലീസിന് അന്വേഷണം തെറ്റാന്നാണല്ലോ ഞങ്ങളുടെ വാദം. ഈ കൈക്കൂലി വാങ്ങി എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണവും കുറ്റപത്രവും നിലനിൽക്കത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഒറ്റ കാര്യം കൂടെ, ഈ നവീൻ ബാബു പണം വാങ്ങി എന്നത് അല്ല ഇവിടുത്തെ താങ്കളുടെ വിഷയം എന്ന് പറഞ്ഞു. പണം വാങ്ങി എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം വേണോ? സാർ, ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ അത്തരം വിഷയങ്ങളിലൊന്നും സമഗ്രമായി ഇപ്പോൾ പത്രക്കാരോട് ഒരു മിനിറ്റ് നിങ്ങളെ ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചോദിക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേരെ വന്ന ആരോപണ മുനയെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതികരിക്കാൻ കഴിയുക. മറ്റ് പെരിഫറലായ പൊളിറ്റിക്കലായ മറ്റ് സോഷ്യൽ ഇമ്പാക്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്തരം വിഷയങ്ങളിലൊന്നും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. ഒറ്റ കാര്യം, ഈ നവീൻ അതായത് ആര് പി ദിവ്യ പറഞ്ഞത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതാണ്. ആ ആരോപണങ്ങൾ ശരി സാധൂകരിക്കുന്ന തെളിവുകളുണ്ട്. ഉണ്ട്. പക്ഷെ അത് പോലീസ് കുറ്റപത്രത്തിലില്ല. കുറ്റപത്രത്തിലില്ല എന്നല്ല, അത് അത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒട്ടനവധി തെളിവുകൾ കുറ്റപത്രത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. സാഹചര്യത്തിലല്ല, വാക്കാൽ മൊഴികളുണ്ട്, സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട്, സാക്ഷികളുടെ മൊഴികളുണ്ട്. ഈ മരണത്തെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് SIT-യോട് എന്തെങ്കിലും അല്ല, അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ സംബന്ധിച്ച് അറിയില്ല. സാക്ഷിമൊഴിയുടെ ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശാനുസരണമാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. ഈ സാക്ഷി ഏതായാലും നിയമപോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഈ ഇയാൾ പണം വാങ്ങി? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റ് നമുക്ക് ഗണിച്ച് പറയാൻ കഴിയില്ലല്ലോ. ഒരു വക്കീലിന് എന്ത് ചെയ്യാൻ പറ്റും? സാക്ഷിമൊഴികൾ, സാഹചര്യങ്ങൾ, നിയമപരമായി നിലനിൽക്കുന്ന മറ്റ് പ്രബലമായ തെളിവുകൾ അതെല്ലാം വെച്ചുകൊണ്ടാണല്ലേ പറയാൻ കഴിയുക. ശരിക്കും പണം കൊടുത്തതിനും വാങ്ങിയതിനുള്ള തെളിവല്ലേ പ്രധാനം? അല്ല, അത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഞങ്ങൾ ആത്മഹത്യയാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. പണം കൊടുത്തോ ഇല്ലയോ എന്നുള്ളതും പണം വാങ്ങിയതിനെ സംബന്ധിച്ച് തെളിവ് പോലീസ് കണ്ടെത്തേണ്ടതാണ്. കണ്ടെത്തിയോ ഇല്ലെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും. അത്ര കാര്യം. അതന്വേഷിക്കണമെന്നാണ് ചോദ്യം. അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതികരിക്കാൻ തയ്യാറല്ല. അല്ല, പണം വാങ്ങി എന്നതാണ് പി ദിവ്യയുടെ ആരോപണം. നോക്കൂ, അത്തരം വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബു പണം വാങ്ങിയെന്നോ ആ പണം ആർക്ക് കൊടുത്തു എന്നുള്ളതൊന്നും വിഷയമല്ല. ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ സാക്ഷി നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞതു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഞങ്ങളെ പോയിന്റ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മറ്റേ ഇനിയിപ്പോൾ എത്ര രൂപയാണ് ആ രൂപയുടെ നോട്ടിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ഉത്തരം പറയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു.